വെൽക്കം. റഹ്മാനാണ്. ഇൻഫ്ലമേഷൻ വീഡിയോ സീരീസിൽ ഈ വീഡിയോ നമ്മൾ വൂണ്ട് ഹീലിംഗിനെ പറ്റിയാണ്. മുറിവ് ഉണങ്ങൽ. അപ്പോൾ വൂണ്ട് ഹീലിംഗ് ഇസ് എ പ്രോസസ് ഇൻവോൾവിംഗ് ടു തിങ്സ്. വൺ ഈസ് റീജനറേഷൻ ആണ്. റീജനറേഷൻ ഉണ്ട് ആൻഡ് ഓൾസോ റിപ്പയർ എന്ന് പറയുന്ന പ്രോസസ്. സോ രണ്ട് കാര്യങ്ങൾ, റീജനറേഷൻ ഉണ്ട്, റിപ്പയർ ഉണ്ട്. സോ നമ്മുടെ പെർമനന്റ് സെൽസ് ഉൾപ്പെടുന്ന മുറിവുകൾ, ഉദാഹരണത്തിന് മയോകാർഡിയൽ ഇൻഫാർഷൻ ആണെങ്കിൽ അവിടെ റീജനറേഷൻ ഇല്ല, ഓൺലി റിപ്പയർ മാത്രമേ ഉള്ളൂ. സോ MIയിൽ റിപ്പയർ മാത്രമേ ഉള്ളൂ. ദെൻ ഇൻ ഡീപ്പർ ടിഷ്യൂ, ഡീപ്പ് ഇഞ്ചുറി ടു ടിഷ്യൂ, ഇവിടെ റീജനറേഷൻ ഇല്ല. ഓക്കെ, ഡീപ് ടിഷ്യൂസ് അവിടെ എല്ലാം റിപ്പയർ ആണ് നടക്കുക. സോ റീജനറേഷൻ ഓൺലി ഇൻ സൂപ്പർഫിഷ്യൽ ആൻഡ് ലബൈൽ സെൽസിൽ മാത്രമേ നടക്കൂ. സോ വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് ഈസ് റിപ്പയർ ആൻഡ് സ്കാർ ഫോർമേഷൻ. സോ നമ്മൾ പറയുന്നത് സ്കാർ എങ്ങനെ ഉണ്ടാകുന്നു, റിപ്പയർ എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുക. ആൻഡ് ഉണ്ടാകുന്ന ഈ സ്കാർ, റിപ്പയർ ചെയ്ത് കിട്ടുന്ന ഈ സ്കാർ ഈസ് ഓൾവേസ് വീക്കർ ദാൻ ദ ഒറിജിനൽ ടിഷ്യൂ എന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഈ റിപ്പയർ ഓർ വൂണ്ട് ഹീലിംഗ് നടക്കുന്നത് രണ്ട് രീതിയിലാകാം. 2 ways of wound healing. One is healing by primary intention. Primary intention വഴി ഹീൽ ചെയ്യാം. വേറൊരു പേര് അല്ലെങ്കിൽ സാധാരണ ഉപയോഗിക്കുന്ന പേര് പ്രൈമറി യൂണിയൻ എന്നാണ്. സോ ഹീലിംഗ് ബൈ പ്രൈമറി യൂണിയൻ ഓർ പ്രൈമറി ഇന്റൻഷൻ. അപ്പോൾ രണ്ടാമത്തത് ഹീലിംഗ് ബൈ സെക്കൻഡറി ഇന്റൻഷൻ ആയിരിക്കും. സെക്കൻഡറി ഇന്റൻഷൻ ഓർ സെക്കൻഡറി യൂണിയൻ എന്നും നമുക്ക് പറയാം. സോ രണ്ട് രീതിയിൽ, രണ്ട് തരമായിട്ടാണ് വൂണ്ട് ഹീലിംഗ്. ഇനി എവിടെയാണ്, ഏത് തരം മുറിവുകളിലാണ് പ്രൈമറി യൂണിയൻ ഓർ പ്രൈമറി ഇന്റൻഷൻ വഴി വൂണ്ട് ഹീലിംഗ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഇൻ സർജിക്കൽ ഇൻസിഷനിലാണ്. സർജിക്കൽ ഇൻസിഷൻ ഓർ ക്ലീൻ വൂണ്ട്സ് എന്ന് നമുക്ക് പറയാം. വൂണ്ട്സ് ആർ ക്ലീൻ വൂണ്ട്സ്. ഇൻഫെക്റ്റഡ് ആകാത്ത സ്റ്റെറൈൽ വൂണ്ട് ഓർ ഇൻഫെക്ഷൻ ഇല്ലാത്ത സർജിക്കൽ പ്രിസിഷൻ ടൈപ്പിൽ വിതൗട്ട് മച്ച് ലോസ് ഓഫ് ടിഷ്യൂ ഓർ ലെസ് ടിഷ്യൂ ലോസ് എന്ന് നമുക്ക്. ടിഷ്യൂ ലോസ് കുറവാണ്, ടിഷ്യൂ ലോസ് വളരെയധികം കുറവുള്ളടുത്ത്. ആൻഡ് വേർ ദ എഡ്ജസ് ഓഫ് വൂണ്ട്സ് ആർ അപ്രോക്സിമേറ്റഡ്. എഡ്ജസ്, വൂണ്ടിന്റെ എഡ്ജസ് ആർ അടുപ്പിക്കുന്നതിനാണ് നമ്മൾ അപ്രോക്സിമേഷൻ എന്ന് പറയാം. അടുപ്പിച്ച് ചേർത്ത് എങ്ങനെയാണ് നമ്മൾ അടുപ്പിക്കുക? വിത്ത് സർജിക്കൽ സ്യൂച്ചേഴ്സ്. സർജിക്കൽ സ്യൂച്ചർ വെച്ചിട്ട് അടിച്ച് സ്റ്റിച്ച് ഇടുക എന്ന് മലയാളത്തിൽ പറയും. സോ അവിടെയാണ് പ്രൈമറി ഇന്റൻഷൻ വഴി ഹീലിംഗ് നടക്കുക. സോ യൂഷ്വലി വൂണ്ടിന്റെ രണ്ടറ്റവും ചേർത്ത് തുന്നിയിടുന്ന വൂണ്ട്സ് ഇവിടെ പ്രൈമറി ഇന്റൻഷൻ ആയിരിക്കും നടക്കുക. സോ ക്ലീൻ, നോ ടിഷ്യൂ ലോസ് ലൈക്ക് സർജിക്കൽ പ്രിസിഷൻ. ആൻഡ് ഈ കേസിൽ വേഗം ഹീലാവും. ഹീലിംഗ് ഈസ് ഫാസ്റ്റ് ആണ്, വേഗത്തിലാണ്, റാപ്പിഡ് ഹീലിംഗ്. ആൻഡ് സ്കാർ ഫോംഡ് വിൽ ബി നീറ്റ് ആയിരിക്കും, നീറ്റ് സ്കാർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഹീലിംഗ് ബൈ സെക്കൻഡറി ഇന്റൻഷൻ നടക്കുന്നത് ലാർജ്, വലിയ ഇറഗുലർ ആയിട്ടുള്ള വൂണ്ട്സിലാണ്. ഓർ നമുക്കതിനെ ഓപ്പൺ വൂണ്ട്സ് എന്ന് വിളിക്കാം. ഉദാഹരണത്തിന് ആക്സിഡന്റിലൊക്കെ പറ്റി വലിയ ഭാഗത്തുള്ള ഇഞ്ചുറി. ആൻഡ് ഇവിടെ ലാർജ് ടിഷ്യൂ ഡെഫിസിറ്റ് ഉണ്ടാവും, അല്ലെ? ടിഷ്യൂ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ കുറെ ടിഷ്യൂ പോയിട്ടുണ്ടാകാം അവിടെ. ഓർ ടിഷ്യൂ ലോസ് എന്ന് നമുക്ക് എഴുതും. സോ എക്സ്റ്റൻസീവ് ടിഷ്യൂ ലോസ് ഓർ സെൽ ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ, then if it is infected, infections ഉണ്ടെങ്കിൽ, ഇൻഫെക്ഷൻസ് ഉള്ള wounds, and these are not approximated by എന്തായിരുന്നു? സർജിക്കൽ സ്യൂച്ചർ വെച്ചിട്ട് നമുക്ക് തുന്നി ചേർത്ത് വെച്ച് കെട്ടാൻ പറ്റുന്നില്ല. സോ ലാർജ് ഓപ്പൺ വൂണ്ട്സ് ഓർ ഇൻഫെക്റ്റീവ് വൂണ്ട്സിൽ ഇതെല്ലാം സെക്കൻഡറി ഇന്റൻഷൻ വഴിയായിരിക്കും ഹീലിംഗ് നടക്കുക. ആൻഡ് അപ്പൊ ഇവിടെ കുറച്ച് സ്ലോ ആയിരിക്കും പ്രോസസ്. ആൻഡ് മാത്രമല്ല ലാർജ് അഗ്ലി സ്കാർ നീറ്റ് അല്ല, ലാർജ് വലിയ അഗ്ലി സ്കാർ ആയിരിക്കും ഉണ്ടാവും. സോ ഇതാണ് രണ്ട് തരം വൂണ്ട് ഹീലിംഗ്. എസെൻഷ്യലി ബേസിക് പ്രോസസ് രണ്ട് സ്ഥലത്തും, പ്രൈമറി ആയാലും സെക്കൻഡറി വൂണ്ട് ഹീലിംഗ് ആയാലും രണ്ട് സ്ഥലത്തും സെയിം തന്നെയാണ്. സോ ഓപ്പൺ വൂണ്ടിൽ പക്ഷേ എവിടെയാണ് നമ്മൾ ഓപ്പൺ എഴുതിയത്? ഓപ്പൺ വൂണ്ടിൽ കുറച്ച് ഗ്രാനുലേഷൻ ടിഷ്യൂ കുറച്ച് കൂടുതൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. സോ ദിസ് ഈസ് സെക്കൻഡറി ഇന്റൻഷനിൽ അങ്ങനെയാണ് കുറച്ച് കൂടുതൽ ഉണ്ടാവും. ആൻഡ് ചിലപ്പോൾ കുറച്ച് കൂടുതലായിട്ട് സമയവും എടുത്തേക്കാം. സോ അതാണ് ലാർജ് വൂണ്ട്സിന്റെ ഒരു പ്രത്യേകത. സോ ബേസിക് സ്റ്റെപ്സ് ഒന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഹെഡിങ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഹീമോസ്റ്റാറ്റിക് പ്ലഗ് ഫോർമേഷൻ. ഇതാണ് ആദ്യം, രക്തം കട്ട പിടിക്കണം. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇൻഫ്ലമേഷൻ, അല്ലെ? ബേസിക് ഇൻഫ്ലമേറ്ററി പ്രോസസ് ആണ്, ഇൻഫ്ലമേഷൻ നടക്കണം. ദെൻ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തത് അവിടെ സെൽ ഹാസ് ടു പ്രൊലിഫറേറ്റ്. സോ സെൽ പ്രൊലിഫറേഷൻ നടക്കും. സെൽ പ്രൊലിഫറേഷൻ നടന്നു കഴിയുമ്പോൾ ഗ്രാനുലേഷൻ ടിഷ്യൂ ഫോർമേഷൻ ഉണ്ടാകും, ആ സംഭവം ഉണ്ടാകും. ദെൻ അവിടെ രണ്ട് കാര്യങ്ങൾ നടക്കാം. ഒന്ന് ആൻജിയോജെനിസിസ്, ബ്ലഡ് വെസൽ കൂടുതലായിട്ട് ഉണ്ടാകേണ്ടി വരും. രണ്ടാമത്തത് ഡെപ്പോസിഷൻ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് നമ്മൾ പറയുമ്പോൾ ഫൈബ്രോബ്ലാസ്റ്റ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സോ അങ്ങനെയാണ് സ്കാർ ഫോം ചെയ്യുന്നത്, സ്കാർ ഫോർമേഷൻ ഉണ്ടാവുക. ആൻഡ് ദിസ് ഹാസ് ടു അണ്ടർഗോ ദെൻ ടിഷ്യൂ റീമോഡലിംഗ് നടക്കണം. റീമോഡലിംഗ് നടക്കുമ്പോൾ സ്കാർ വിൽ കൺട്രാക്ട്, സ്കാർ കൺട്രാക്ഷൻ ഉണ്ടാകും. സോ ഇതാണ് എൻ്റെ രണ്ടായാലും 1, 2, 3, 4, 5, 6 പ്രോസസ് എന്ന് പറയുന്നത് ഇതാണ്. സോ അപ്പോൾ നമുക്ക് ഇവന്റ്സ് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് 24 hours ഡേ 1 എന്ന് നമുക്ക് എഴുതാം. ഡേ 1 24 hours. സോ ഇനീഷ്യൽ മുറിവ് ഉണ്ടാകുന്നു, അപ്പോൾ ഹെമറേജ്. സോ
ഹെമറേജ് ഉണ്ടാകുന്നു. ദെൻ ഫോളോഡ് ബൈ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകും. അപ്പൊ രക്തം കട്ട പിടിക്കുന്നു. സോ പ്രൈമറി ഇന്റൻസിലെ അസ്യൂച്ചർ ട്രാക്സിലും ബ്ലഡ് ക്ലോട്ട്സ് ഒക്കെ ഉണ്ടാകുന്നു. സോ ബ്ലഡ് ക്ലോട്ട് വിൽ പ്രിവെന്റ് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് ഗുണം എന്ന് വെച്ചാൽ ഡീഹൈഡ്രേഷൻ, അതിലൂടെ ജലം നഷ്ടപ്പെടുന്നത് കുറയുന്നു. ദെൻ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതൊക്കെ കുറഞ്ഞു കിട്ടും. ആൻഡ് ഈ റെസ്പോൺസ് ആരാണ് ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ ദിസ് റെസ്പോൺസ് ഇസ് ബൈ ന്യൂട്രോഫിലാണ്, അല്ലെങ്കിൽ നമ്മളെ പോളിമോർഫോ ന്യൂക്ലിയർ സെൽസ് എന്നാണ് എനിക്ക് വിളിക്കുക. സോ ന്യൂട്രോഫിൽസ് ആണ് 24 അവേഴ്സിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ന്യൂട്രോഫിൽസിന്റെ ലൈഫ് സ്പാൻ ഏകദേശം 6 അവേഴ്സ് ആണ്, 24 അവേഴ്സ് വരെയൊക്കെ കാണാം. സോ പരമാവധി 24 അവേഴ്സ് അവിടെ ന്യൂട്രോഫിൽസ് ആയിരിക്കും. ദെൻ മാക്രോഫേജസ് ഏതാണ് വരിക എന്ന് വെച്ചാൽ M1 ആണ്, ഇൻഫ്ലമേഷൻ ആണ്. അപ്പൊ M1 ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് ഒക്കെ ആയിരിക്കും അവിടെ നടക്കുക. ആൻഡ് തേർഡ് ഡേ ആകുമ്പോഴത്തേക്കും ദിസ് M2 മാക്രോഫേജസ്. അപ്പൊ നമുക്ക് തേർഡ് ഡേ എന്ന് എഴുതാം. M2 മാക്രോഫേജസ് ആയിരിക്കും പ്രവർത്തനം തുടങ്ങുന്നു. എന്താണ് M1 എന്താണ് M2 ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ക്രോണിക് ഇൻഫ്ലമേഷനിൽ. സോ ഇവിടെ M2 ക്യാൻ പ്രൊഡ്യൂസ് സർട്ടൻ തിങ്സ് ലൈക്ക് VEGF എന്ന് വെച്ചാൽ വാസ്കുലാർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ്. ദാറ്റ് മീൻസ് എൻഡോത്തീലിയൽ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഗ്രോത്ത് ഫാക്ടേഴ്സ്. സോ ന്യൂ വാസ്കുലറൈസേഷൻ ആയിരിക്കും ഉണ്ടാക്കുക. ഫൈബ്രോബ്ലാസ്റ്റ് ഗ്രോത്ത് ഫാക്ടർ. സോ ദീസ് തിങ്സ് ക്യാൻ പ്രൊഡ്യൂസ് എന്താ ഗ്രാനുലേഷൻ ടിഷ്യൂ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. സോ തേർഡ് ഡേ, മൂന്നാം ദിവസം ഗ്രാനുലേഷൻ ബിഗിൻസ്, അത് തുടങ്ങുന്നു നമുക്ക് എഴുതാം. ദെൻ പിന്നെ ഇതുണ്ടാക്കുന്നത് M2 സെൽസ് ക്യാൻ പ്രൊഡ്യൂസ് PTGF പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്നു. ട്യൂമർ ഗ്രോത്ത് ഫാക്ടർ ബീറ്റ ഉണ്ടാക്കും. സോ ദീസ് വിൽ ഹെൽപ്സ് ഇൻ ദ സ്കാർ ടിഷ്യൂ ഫോർമേഷന് സഹായിക്കുന്നുണ്ട്. സോ അപ്പോൾ കൊളാജിൻസ് വരും. കൊളാജിൻ ഏതാണ്? കൊളാജിൻ 3 ആണ്. കൊളാജിൻ ടൈപ്പ് 3 ആണ് ഇവിടെ അതിന്റെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്ന് കൂടി നമ്മൾ നോക്കുക. സോ ഫൈബ്രോബ്ലാസ്റ്റ് ബിഗാൻ ടു അഗ്രിഗേറ്റ്. മയോഫൈബ്രോബ്ലാസ്റ്റ് എഴുതാം. മയോഫൈബ്രോബ്ലാസ്റ്റിനൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ബിഗാൻ ടു പ്രൊഡ്യൂസ് ദീസ് തിങ്സ്. സോ ഗ്രോത്ത് ഫാക്ടേഴ്സ് ആൻഡ് മയോഫൈബ്രോബ്ലാസ്റ്റിന്റെ ഒക്കെ ആക്ടിവിറ്റി മൂലം ആ ഏരിയയിൽ കൂടുതലായിട്ട് പ്രൈമറി ഇന്റൻഷനിലാണെങ്കിൽ ബേസൽ സെൽസ് ഓഫ് ദ എപ്പിത്തീലിയം, എപ്പിത്തീലിയത്തിന്റെ അടിവശം അവിടത്തെ ഉള്ള സെൽസ് പ്രോലിഫറേറ്റ് ചെയ്യും. പ്രോലിഫറേഷൻ നടക്കും. പ്രോലിഫറേറ്റ് ചെയ്യുമ്പോൾ എൻഡോത്തീലിയൽ സ്പർ ഫോർമേഷൻ എന്നാണ് നമ്മൾ അതിന് പറയാം. എൻഡോത്തീലിയൽ സ്പർസ്. അപ്പോൾ ഇതാണ് മുറിവെങ്കിൽ അതിന്റെ അടിയിൽ ഇങ്ങനെ എൻഡോത്തീലിയൽ സെൽസ് കൂടുതലായിട്ട് വരുമ്പോഴത്തേക്കും മുറിവിന്റെ ഭാഗം ഇങ്ങനെ മുകളിലേക്ക് പൊക്കൊണ്ടിരിക്കും. സോ ഈ മുറിവിന്റെ ഈ മോൾ ഭാഗത്തെ നമ്മൾ സ്കാബ് എന്നാണ് വിളിക്കുന്നത്. സോ നെക്രോട്ടിക് ഏരിയ ഉള്ള മുകളിലെ സെൽസ് ഈ സ്കാബ്. സോ ഇത് മുകളിലേക്ക് ഉയരുകയും ഇവിടെ സെൽസ് ഇങ്ങനെ കൂടുതലായിട്ട് വളർന്നു വരികയും അവസാനം ഇത് വിട്ടുപോവുകയായിരിക്കും ചെയ്യുക. പക്ഷെ ഇൻ സെക്കൻഡറി ഇന്റൻഷനിൽ ഈ സെൽസ് ഇവിടെ ഇത്രയും ഭാഗമാണെന്ന് വെച്ചിട്ടുണ്ടെന്നായിരിക്കും. വലിയൊരു ഏരിയ ആണെങ്കിൽ ഇതേപോലെ ആയിരിക്കില്ല. ഇവിടുന്ന് വളരണം, ഇവിടുന്ന് ഒക്കെ വളരണം. അല്ല, ഈ വൂണ്ടിന്റെ ചുറ്റുപാടുമുള്ള എല്ലാ മാർജിനിൽ നിന്നുള്ള എപ്പിഡെർമൽ സെൽസ് വളരുന്നു. സോ എപ്പിത്തീലിയൽ സ്പർസ് ഇങ്ങനെ അതും ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതിനിടയിൽ മുകളിൽ ഇവിടെ ആയിട്ട് ഗ്രാനുലേഷൻ ടിഷ്യൂവും ഉണ്ടാകുന്നു. സോ ഗ്രാനുലേഷൻ ടിഷ്യൂ നമ്മൾ ക്രോണിക് ഇൻഫ്ലമേഷനിലൊക്കെ പറഞ്ഞതാണ്. സോ നടുവിൽ ഒരു നെക്രോസിസ് ഉള്ള ഭാഗം, ഇതിന് ചുറ്റും മോഡിഫൈഡ് മാക്രോഫേജസ് ഉണ്ടായിരിക്കും. മോഡിഫൈഡ് മാക്രോഫേജസ് എന്ന് വെച്ചാൽ അതൊക്കെയാണ് നമ്മൾ പറഞ്ഞതാണ്. ദെൻ ഇതിന് ചുറ്റും റിം ഓഫ് ലിംഫോസൈറ്റ്സ് ഉണ്ടായിരിക്കും. ദെൻ ഇതിന് ചുറ്റും ബിക്കോസ് ഓഫ് ദിസ് ഗ്രോത്ത് ഫാക്ടേഴ്സിന്റെ ഒക്കെ ആക്ടിവിറ്റി വരുമ്പോഴത്തേക്കും അതിന് ചുറ്റും ബ്ലഡ് വെസൽസ് ഫോർമേഷൻ, മൈക്രോവാസ്കുലാർ ഫോർമേഷൻ, ന്യൂ ആൻജിയോജെനിസിസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കും. ആൻഡ് ഇതിന് ചുറ്റുമായിരിക്കും ഫൈബ്രോബ്ലാസ്റ്റ്. അത് അപ്പോഴത്തേക്കും കൊളാജൻ ടൈപ്പ് 3 ആണ് ആദ്യം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. സോ മുറിവിന്റെ 5ാം ദിവസം, അപ്പൊ നമുക്ക് 5th ഡേ എന്ന് എഴുതാം. 5ാം ദിവസം മാക്സിമം ഗ്രാനുലേഷൻ ടിഷ്യൂ ഉണ്ടാകുന്നത് 5ാം ദിവസമാണ്. മാക്സിമം ഗ്രാനുലേഷൻ ടിഷ്യൂ ഉണ്ടാകുന്നത് 5ാം ദിവസമാണ്. ആൻഡ് മാക്സിമം വാസ്കുലറൈസേഷൻ, ന്യൂ വാസ്കുലറൈസേഷൻ, പുതിയതായിട്ട് ബ്ലഡ് വെസൽസ് ഉണ്ടാകുന്നതും 5th ഡേ ആണ്. അപ്പോൾ മുറിവിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയതായിട്ട് ഒരുപാട് ബ്ലഡ് വെസൽ ഉണ്ടാകുന്നു, ഗ്രാനുലേഷൻ ടിഷ്യൂ ഉണ്ടാകുന്നു. സോ വി ക്യാൻ സീ ദ മുറിവ് ആസ് എ ബ്രൈറ്റ് റെഡ്. മുറിവിനെ നമുക്ക് നല്ല ബ്രൈറ്റ് റെഡ് ഏരിയ ആയിരിക്കും. മുറിവിന്റെ നടുവിൽ 5ാം ദിവസം ബ്രൈറ്റ് റെഡ് ഏരിയ ആണെങ്കിൽ അപ്പോൾ അതിന്റെ അർത്ഥം മുറിവ് ഉണങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ കൂടുതൽ ചോര വരുന്നു എന്നുള്ളതല്ല, മുറിവ് ഉണങ്ങുന്നു. അപ്പൊ നമ്മുടെ വായിൽ കുരുവൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ 5ാം ദിവസം ആകുമ്പോഴത്തേക്കും ബ്രൈറ്റ് റെഡ് കളർ അതിന്റെ അടിവശം കാണുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഹീലിംഗ്. ഓക്കെ, ഇനി മുറിവിന്റെ 7ാം ദിവസം 7th ഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈബ്രോബ്ലാസ്റ്റിന്റെ പ്രവർത്തനം മൂലമുണ്ടായിട്ടുള്ള ടൈപ്പ് 3 കൊളാജൻ ആണ് ആദ്യം ഉണ്ടായത് നമ്മൾ പറഞ്ഞു. ആൻഡ് ദിസ് വിൽ ബിക്കം ടൈപ്പ് 1 കൊളാജൻ ആയിട്ട് മാറുക. ടൈപ്പ് 1 കൊളാജൻ മോർ സ്ട്രോങ് ആണ്, കൂടുതൽ ശക്തിയുള്ളതാണ്. സോ ഇതിന് ടൈപ്പ് 3 കൊളാജൻ ടൈപ്പ് 1 കൊളാജൻ ആകാനും മറ്റ് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയും ഇവിടെ ഒരു പ്രോട്ടീൻ ആവശ്യമാണ്. മാട്രിക്സ് മെറ്റാലോ പ്രോട്ടീൻസ് എന്ന് പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ഒരു സെറ്റാണ്. ഉദാഹരണം കൊലാജിനേസ് എന്ന് പറയുന്നത് ഒരു മാട്രിക്സ് മെറ്റാലോ പ്രോട്ടീൻ, ജെലാറ്റിനേസ് എന്ന് പറയുന്നത് ഒരു മാട്രിക്സ് മെറ്റാലോ പ്രോട്ടീൻ. ദെൻ സ്ട്രോമിലൈസിൻസ് എന്ന് പറയുന്നത് പേര് ഓർത്തിരിക്കണമെന്നില്ല. സോ മാട്രിക്സ് മെറ്റാലോ പ്രോട്ടീൻസിന്റെ സഹായത്തോടു കൂടി ഇവിടെ കൊളാജൻ കൺവേർട്ട് ചെയ്യുന്നുണ്ട്
മറ്റു പല കാര്യങ്ങൾ കൂടി നടക്കുന്നു. ആൻഡ് ദിസ് കൊളാജൻ ഇപ്പോൾ ശരിക്കും ഉണ്ടാകാനായിട്ട് കൊളാജൻ ഉണ്ടാകാൻ നമുക്കറിയാം വൈറ്റമിൻ സി വേണം നമുക്കറിയാം. ആൻഡ് ഈ മാട്രിക്സ് മെറ്റാലോ പ്രോട്ടീൻസ് ഒക്കെ വർക്ക് ചെയ്യാനായിട്ടാണ് നമുക്ക് സിങ്ക് വേണം, കോബാൾട്ട് ഒക്കെ വേണം. ആൻഡ് ഒരുപാട് പ്രോട്ടീനും നമുക്ക് ഉണ്ടാവണം. ഈ പ്രോട്ടീനൊക്കെ ഉണ്ടാവാനായിട്ട് നല്ല ഭക്ഷണമൊക്കെ കിട്ടണം അല്ലെ, അതാണ് പ്രോട്ടീനൊക്കെ ശരിക്കും കിട്ടത്തുള്ളൂ. സോ ഓൺ ദ 7th day സ്കാർ ഫോർമേഷൻ ആണ്. സോ 7th day ഈ സ്കാർ ഫോർമേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്കാബ് ഏറ്റവും മുകളിലുള്ള മുറിവ് ഇതാണെങ്കിൽ മുറിവിലുണ്ടായിരുന്ന സ്കാബ് ഇവിടെ ടിഷ്യൂ ഇങ്ങനെ വളർന്നു വന്നു ആൻഡ് ദി സ്കാബ് വിൽ ബി പുൾഡ് ഔട്ട് അല്ല, പുറത്തേക്ക് പോകും, അടർന്നു പോകും. ബിക്കോസ് ഓഫ് ഇതിന് നമ്മൾ പറഞ്ഞത് എപ്പിഡെർമൽ സ്പർസ് എന്നാണ് പറഞ്ഞത്. എപ്പിഡെർമൽ സ്പർസ് കയറി വരുമ്പോഴത്തേക്കും ഈ സ്കാബ് പുറത്തേക്ക് തെറിച്ചു പോകും, വിട്ടുപോകും. ആൻഡ് മാക്സിമം കൊളാജൻ ഡെപ്പോസിഷൻ എന്നാണ് നടക്കുന്നത് വെച്ചാൽ ദാറ്റ് ഈസ് 21st day ഓർ ദ 4th വീക്കിലാണ് മാക്സിമം കൊളാജൻ ഡെപ്പോസിഷൻ എടുക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ടൈപ്പ് 1 കൊളാജൻ ആണെന്ന് കൂടി ഓർക്കുക. ആൻഡ് അപ്പോഴത്തേക്കും ഈ മുറിവിന്റെ കളർ വിൽ ബിക്കം പെയിൽ ആൻഡ് വൈറ്റ്. അപ്പോൾ 7ാം ദിവസം ആകുമ്പോഴത്തേക്കും മുറിവിന്റെ കളർ ബ്രൈറ്റ് റെഡിൽ നിന്ന് പെയിൽ വൈറ്റ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. സോ ടൈപ്പ് 3 കൊളാജൻ ചുരുങ്ങിയാണ് ടൈപ്പ് 1 കൊളാജൻ ആവുന്നത് നമ്മൾ പറഞ്ഞു. സോ വൂണ്ട് ഹീലിംഗ് ബൈ സെക്കൻഡറി ഇന്റൻഷനിൽ ഈ വൂണ്ട് ഉണ്ടായ കൊളാജൻസിന്റെ ഇനീഷ്യൽ 1/3 to 1/4 ചുരുങ്ങണം, 1/4 സൈസ് ആയിട്ട് ചുരുങ്ങുന്നുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ വൂണ്ട് കൺട്രാക്ഷൻ. സോ വൂണ്ട് കൺട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ സ്കാബ് പോയി ഇതങ്ങോട്ട് പോയി അപ്പോഴത്തേക്കും കൊളാജനൊക്കെ ചുരുങ്ങുകയും കൂടി ചെയ്യുന്നുണ്ട്. സോ 5 to 7 ദിവസം 7th day ആകുമ്പോഴത്തേക്കും ദിസ് 5 to 7 days ദിസ് വൂണ്ട് കൺട്രാക്ഷനും നടക്കുന്നു. സോ പ്രൈമറി ഹീലിംഗിൽ 7th day സ്യൂച്ചേഴ്സ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. സോ ഇതാണ് വൂണ്ട് ഹീലിംഗിൽ സംഭവിക്കുന്ന പ്രോസസ്സുകൾ. സോ വൂണ്ട് ഹീലിംഗ് അപ്പോൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് വൈറ്റമിൻ സിക്ക് പറ്റും, സിങ്ക് അത്യാവശ്യമാണ്, കൊബാൾട്ട് പോലുള്ള സംഭവങ്ങൾ പറ്റും. ആൻഡ് ഇതിന്റെ കുറവുണ്ടായി കഴിഞ്ഞാൽ വൂണ്ട് ഹീലിംഗ് തടസ്സപ്പെടും. ദെൻ ഇമ്മ്യൂണോ സപ്രസൻസ് ലൈക്ക് നമ്മൾ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഒക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വൂണ്ട് ഹീലിംഗ് തടസ്സപ്പെടും, ബിക്കോസ് ഇമ്മ്യൂൺ പ്രോസസ് തടസ്സപ്പെടും. ദെൻ ഡയബറ്റീസ് മെലിറ്റസിൽ തടസ്സപ്പെടാം. സോ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് തടസ്സപ്പെടാം. ചിലപ്പോഴെങ്കിലും നമുക്ക് ലങ്സിലും മറ്റുമുള്ള ഈ സ്കാർ ഉണ്ടാവുന്നത് ബലം അധികം വേണ്ട അല്ലെ. ചിലപ്പോൾ ലങ്സിലൊക്കെ സ്കാർ നല്ല ബലത്തിലിരുന്ന് കഴിഞ്ഞാൽ ശ്വസിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. സോ അതിനൊക്കെയാണ് നമ്മളപ്പോൾ കൊറോണ നമ്മൾ വന്നപ്പോൾ കോർട്ടിക്കോസ്റ്റീറോയിഡ് 7ാം ദിവസത്തിനും 10ാം ദിവസത്തിനും ഇടയിലൊക്കെ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഇഞ്ചക്ഷൻ ആ സമയത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ പരിപാടികൾ സ്ലോ ആകാനായിട്ട്, ഓക്കെ, ഹാർഡായിട്ട് വൂണ്ട് സ്കാർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് നമ്മൾ കൊടുക്കുന്നത്. ഇനി വൂണ്ട് ഹീലിംഗ് നടക്കുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പറയാം. സോ വാട്ട് ആർ ദ കോംപ്ലിക്കേഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇൻഫെക്ഷൻ തന്നെയാണ് അല്ലെ. സാധ്യതകൾ ഇൻഫെക്ഷൻ പിടിക്കാനുള്ള ചാൻസുകളുണ്ട്. സോ കൂടുതൽ ഇത് നടക്കുന്നത് സെക്കൻഡറി ഇന്റൻഷനിലാണ് ഇത് കൂടുതൽ നടക്കുക. അവിടെ കൂടുതലായിട്ട് പസ് ഫോർമേഷൻ ഒക്കെ ഉണ്ടാകാം, സെപ്പറേഷൻ പോലെയുള്ള വേണ്ട. സോ ഫ്ലൂയിഡ് ഫിൽഡ് മിഡിൽ ഏരിയ ഓഫ് ദ വൂണ്ട് ആണ് ഈ പസ് എന്ന് പറയുന്നത്. സോ പസ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയൽ ടോക്സിൻസ് ഉണ്ട്, നെക്രോട്ടൈസ് സെൽസ് ഉണ്ട്, അതിൽ മാക്രോഫേജസ് ഉണ്ട്, ചത്തുപോയതുണ്ട്, ത്രോംബോസൈസ്ഡ് ബ്ലഡ്, ഇങ്ങനെയൊക്കെ എല്ലാം കൂടി ചേരുന്നതാണ് ഈ പസ് എന്ന് പറയുന്നത്. സോ ഇത് ഇടക്കിടക്ക് നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരും. ആ റിമൂവ് ചെയ്യുന്നതിനെ നമുക്ക് ഡീബ്രൈറ്റ്മെന്റ് എന്ന് പറയും. ഡീബ്രൈറ്റ്മെന്റ്, ഓക്കെ, അതിനാണ് നമ്മൾ മുറികളിൽ നിന്ന് പസ്. അപ്പം മുറികൾ നമുക്ക് ഇടക്കിടക്ക് ക്ലീൻ ചെയ്യണം. സോ ഇതാണ് ഒരു സാധ്യത. രണ്ടാമത്തത് ദർ ക്യാൻ ബി സം ഇംപ്ലാന്റേഷൻസ് ഉണ്ടാകാം. ഇംപ്ലാന്റേഷൻ എന്ന് വെച്ചാൽ എപ്പിഡെർമൽ സിസ്റ്റ് എന്നും വിളിക്കാറുണ്ട്. എപ്പിഡെർമൽ സിസ്റ്റുകൾ എന്ന് വിളിക്കാന്ന് വെച്ചാൽ മുറിവ് ഉണങ്ങുന്നതിനിടയിൽ എന്തെങ്കിലും ഫോറിൻ പാർട്ടീസ് അല്ലെങ്കിൽ ഫോറിൻ ബോഡീസ് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പെട്ടുപോയി കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ ഉണ്ടാകും. മൂന്നാമത്തെ ഇറ്റ് ക്യാൻ കോസ് പിഗ്മെന്റേഷൻ ആണ്. നിറവ്യത്യാസങ്ങൾ ഉണ്ടാകാം, നിറം കൂടാം. ഹീമോസിഡറിനായിരിക്കാം, മെലാനിനൊക്കെ അവിടെ കൂടുതലായിട്ട് വന്നടിയുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഉണ്ടാവുന്നത് കൊണ്ട് എപ്പിഡെർമൽ സെൽസിൽ നിന്ന് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ബ്ലഡിൽ നിന്ന് ഹീമോസിഡറിൻ. സോ അവിടെ ഒരു നിറവ്യത്യാസം ഉണ്ടാകുന്നതാണ്. ദെൻ നാലാമത്തത് സ്കാർ ആവശ്യത്തിനില്ല എന്നുള്ളതാണ്. ഡെഫിഷ്യന്റ് സ്കാർ ഫോർമേഷൻ, ഓക്കെ. ആൻഡ് ഇഫ് ദ സ്കാർ ഈസ് വീക്ക് ആണെങ്കിലോ, വീക്ക് സ്കാർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? വീക്ക് സ്കാർ ആണെങ്കിൽ ഇന്റേണൽ ഓർഗൻസ് അതിലൊന്ന് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും. ഇവിടെ കുടലൊക്കെ ആണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ അബ്ഡോമിനൽ സർജറി ചെയ്തെങ്കിൽ ഇതിങ്ങനെ ഈ ഭാഗം വീർത്തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അതിന് നമ്മൾ ഇൻസിഷണൽ ഹെർണിയ എന്ന് നമ്മൾ അതിന് വിളിക്കും. ചിലപ്പോൾ ഈ സ്കാർ പൊട്ടി ഇത് പുറത്തെത്തി എന്ന് വിചാരിക്കുക. ഇത് പുറത്തെത്തി കഴിഞ്ഞാൽ നമ്മൾ അതിന് ഡെഹിസൻസ് എന്നും വിളിക്കും. ചിലപ്പോൾ ഈ സ്കാർ ക്യാൻ ബി എക്സസീവ്ലി അമിതമായിട്ട് കൺട്രാക്ട് ചെയ്യാം. അമിതമായിട്ട് കൺട്രാക്ട് ചെയ്യും. ഇപ്പോൾ ഒരു ഭാഗത്ത് ഇത് കൈയാണെന്ന് വിചാരിക്കുക, ഇവിടെയാണ് മുറിവെങ്കിൽ ഇത്തിരി ഭാഗത്ത് അമിതമായിട്ട് കൺട്രാക്ട് ചെയ്തതിന് കൈ ഇങ്ങനെ വളഞ്ഞു പോകും അല്ലെ. അങ്ങനെയൊക്കെ സംഭവിക്കാം. പാൽമാർ കൺട്രാക്ഷൻസ് ഒക്കെ സംഭവിക്കാം. മറ്റു ടിഷ്യൂലും ഇതിന്റെ സ്ട്രെയിൻ ഉണ്ടാക്കാം. ദെൻ ആറാമത്തത് നമുക്ക് പറയാനുള്ളത് ഹൈപ്പർട്രോഫീഡ്. ഇത് നമ്മൾ എക്സസ് ഗ്രാനുലേഷനിൽ നമുക്ക് പറയാം. എക്സസ് ഗ്രാനുലേഷൻ ഉണ്ടായാൽ അതിലൊരു കേസാണ് ഹൈപ്പർട്രോഫീഡ് സ്കാർ ഉണ്ടാകാം. ഹൈപ്പർട്രോഫീഡിൽ സ്കാർ ഉണ്ടാകുന്നത് കൂടുതലാണ്, പക്ഷെ ടു മച്ച് സ്കാർ തന്നെയാണ്. പക്ഷെ ഇവിടെ
ഇവിടെ ഹൈപ്പർട്രോഫിയിൽ നോട്ട് എക്സീഡഡ്, ഇതിന് ചുറ്റും ഇത്രയും ഭാഗത്താണ് സ്കാറെങ്കിൽ ഹൈപ്പർട്രോഫിയും ഇത്രയും ഭാഗത്തൊക്കെ തന്നെ ഉള്ളൂ. സോ നോട്ട് എക്സീഡഡ് ഓർ എക്സ്റ്റെൻഡഡ് ബിയോണ്ട് ദ മാർജിൻ ഓഫ് വൂണ്ട്. വൂണ്ടിന്റെ മാർജിൻ ഇതാണെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകാത്തതാണ് നമ്മൾ ഇന്ന് വിളിക്കുക ഹൈപ്പർട്രോഫീഡ് സ്കാർ എന്ന് നമ്മൾ വിളിക്കുക. ആൻഡ് രണ്ടാമത്തതും ടു മച്ച് സ്കാറിംഗ് തന്നെയാണ്. ടു മച്ച് സ്കാറിങ്ങിനെ നമ്മൾ ഫോർമേഷൻ വിളിക്കുന്ന പേരാണ് കീലോയിഡ് എന്ന് വിളിക്കും, കീലോയിഡ് ഫോർമേഷൻസ്. സോ ഇവിടെ സ്കാർ എക്സ്റ്റെൻഡിങ് ബിയോണ്ട്, ഇതിനും പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. ദാറ്റ് മീൻസ് ബിയോണ്ട് ദ മാർജിൻ ഓഫ് വൂണ്ട്, മാർജിൻ ഓഫ് വൂണ്ടിനും അപ്പുറത്തേക്ക് പോവുകയാണെങ്കിലാണ് നമ്മൾ കീലോയിഡ് എന്ന് വിളിക്കുക. ക്രോസ് ദ വൂണ്ട് മാർജിൻ ആൻഡ് പ്രൊട്രൂഡ് ചെയ്യും, പുറത്തേക്ക് തള്ളി നിൽക്കും ആൻഡ് ചിലപ്പോൾ നിറവ്യത്യാസവും ഉണ്ടാകും. ആൻഡ് യൂഷ്വലി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ദീസ് ആർ അസിംപ്റ്റോമാറ്റിക് ആണ്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ചിലപ്പോഴെങ്കിലും ചില ആൾക്കാർക്ക് ചില പ്രശ്നങ്ങൾ വരാം. ഭംഗിക്കുറവാണ് കൂടുതൽ പ്രശ്നം. ആൻഡ് ദിസ് ഇസ് മോർ ഇൻ ആഫ്രിക്കൻസ് ആൻഡ് ഏഷ്യൻസിലാണ് ഈ കീലോയിഡ് ഫോർമേഷൻ കൂടുതലായിട്ട്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഈ കീലോയിഡ് ഈ ഭാഗത്തേക്ക് ഉള്ളിലേക്ക് ഇൻട്രാലേഷനലി നമ്മൾ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് നമ്മൾ ഇഞ്ചക്ട് ചെയ്യണം. ട്രയാംസിനലോൺ ഇഞ്ചക്ഷൻ, ട്രയാംസിനലോൺ പോലെയുള്ള കോർട്ടിക്കോൺ സ്റ്റിറോയിഡ് ഡ്രഗുകൾ നമ്മൾ ഇതിനകത്തേക്ക് കുത്തി കഴിച്ച് കഴിഞ്ഞാൽ ഇത് ചുരുങ്ങുകയും കുറേ നാൾ വെയിറ്റ് ചെയ്യും, എന്നിട്ട് മാത്രമാണ് നമ്മളിത് കുത്തുക, ആവശ്യമുണ്ടെങ്കിൽ കുത്തുക. ഇനി അവസാന കോംപ്ലിക്കേഷൻസ്, ഏഴാമത്തെ കോംപ്ലിക്കേഷൻ നമുക്ക് പറഞ്ഞത് നിയോപ്ലേസിയ ആണ്. മാറാത്ത മുറിവുകൾ ക്യാൻസറിലേക്ക് ബാധിക്കാം എന്ന് നമ്മൾ പറഞ്ഞു. തുടർച്ചയായ മുറിവുണ്ടാകാതിരിക്കുന്നത് ക്യാൻസർ ആയി തീരും. ഉദാഹരണം ഹെപ്പറ്റൈറ്റിസ് ഇസ് ആൻ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ ക്യാൻസറിലേക്ക് കുറേ നാൾ, ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ ആണെങ്കിൽ ലിവർ ക്യാൻസർ ഉണ്ടാക്കാം എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ എച്ച് പൈലോറി ഗ്യാസ്ട്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അത് ഗ്യാസ്ട്രിക് അഡിനോകാർസിനോമയിലേക്ക് നയിക്കും. സോ ദീസ് ആർ ദ കോംപ്ലിക്കേഷൻസ് ഓഫ് വൂണ്ട് ഹീലിംഗ്. സോ ഇത്രയാണ് നമുക്ക് വൂണ്ട് ഹീലിംഗിനെ കുറിച്ച് പറയാനുള്ളത്. എന്നോട് പത്തഫിസിയോളജി ഈ ഭാഗങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞതനുസരിച്ച് ഞാൻ MCQ വരാവുന്ന എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ക്രോണിക് ഇൻഫ്ലമേഷൻ ആയാലും ഇതിലായാലും മറ്റ് പെത്തോളജിയിലെല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.